നമ്മൾ ആദ്യം പോകുന്നത് വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിലേക്ക് തന്നെയാണ്. അവിടെ ഇതാ മണ്ണിടിച്ചിൽ പരിശോധിക്കുവാൻ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് ദുരന്ത മേഖല സന്ദർശിച്ചേക്കും. 5 അംഗ സമിതിയാണ് എത്തുക. അതേസമയം ദുരന്തത്തിൽ മുഴുവൻ പേരുടെ മൃതദേഹം ലഭിച്ച പശ്ചാത്തലത്തിൽ സ്ഥലത്തെ തിരച്ചിൽ ഇന്നലെ അവസാനിപ്പിച്ചിരുന്നു. വിവരങ്ങളുമായി PV ജോഷില കള്ളാടിയിൽ നിന്നും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ജോഷിലയിലേക്ക് പോകാം. ജോഷില, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഇന്നലെ അവസാനത്തെ ആളുടെ മൃതദേഹം കൂടി കിട്ടിയ സ്ഥിതിക്ക് തെരച്ചിലൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ അപകടം നടന്നതിന്റെ സാഹചര്യം പരിശോധിക്കുക എന്നുള്ളതാണല്ലോ പ്രാഥമികമായ ലക്ഷ്യം. ഇന്നിപ്പോൾ അവിടെ എത്തുന്ന വിദഗ്ധ സമിതി ഈ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുവാനാണോ അതോ മണ്ണിടിച്ചിൽ ആ പ്രശ്നത്തെ പരിശോധിക്കുവാനുള്ള സമിതിയാണോ എത്തുന്നത്? 2 സമിതി നിയോഗിക്കപ്പെട്ടിട്ടുണ്ടല്ലോ അല്ലേ? സിന്ധൂരി, ഗുഡ് മോർണിംഗ്. സിന്ധൂരി, കള്ളാടി ദുരന്തവുമായി ബന്ധപ്പെട്ട് 18 തൊഴിലാളികളെ കാണാതായി എന്നായിരുന്നു തുരങ്ക നിർമ്മാണ കമ്പനി നൽകിയ റിപ്പോർട്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വിക്രം റാണയുടെ മൃതദേഹം കൂടി കണ്ടെത്തിയതോടുകൂടി 18 ആളുകളെയും കണ്ടെത്തി എന്നുള്ളതാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇന്നലെ തിരച്ചിൽ അവസാനിപ്പിച്ചു. ഇന്ന് മണ്ണ് മാറ്റലുമായി ബന്ധപ്പെട്ടുള്ള പഠനം നടത്താനായി വിദഗ്ധ സമിതി എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ ഭൗമശാസ്ത്രജ്ഞൻ ഡോക്ടർ CP രാജേന്ദ്രന്റെ അധ്യക്ഷതയിലുള്ള 2026 ആക്ട് പ്രകാരം, ദുരന്ത നിവാരണ ആക്ട് പ്രകാരം സംസ്ഥാന സർക്കാർ നിയോഗിച്ച സമിതി ഇന്ന് എത്താൻ സാധ്യതയില്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ അവർ വരുന്നത് 17-ാം തീയതിക്ക് ശേഷമായിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. എന്തായാലും ഇന്ന് NIT സംഘം ഉൾപ്പെടെയുള്ള വിദഗ്ധ സമിതി മണ്ണ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കാനാണ് എത്തിച്ചേരുക. ഇവിടെ എത്തിച്ചേർന്ന സംഘം, നമുക്കറിയാം, ഈ 2 ഭാഗത്തായി മണ്ണ് കൂട്ടിയിട്ടിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, നിർമ്മാണ കമ്പനി നേരത്തെ തന്നെ ഒരു ഭാഗം മാത്രമാണ് മണ്ണ് ഇടിഞ്ഞു വന്നിട്ടുള്ളത്, മറ്റൊരു ഭാഗത്ത് മണ്ണ് ഇപ്പോഴും ഉണ്ട്. ആ ഭാഗത്തുള്ള മണ്ണ് നീക്കം ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. തുരങ്ക നിർമ്മാണ കമ്പനി നേരത്തെ പറഞ്ഞിരിക്കുന്നത് അത് മാറ്റിയാൽ കൂടുതൽ അപകടത്തിലേക്ക് നയിക്കും എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ആ മണ്ണ് മാറ്റില്ല എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മണ്ണ് മാറ്റിയാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, ഇനിയും മണ്ണിടിച്ചിൽ ഉണ്ടാകുമോ, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള മറ്റ് ആഘാതങ്ങളിലേക്ക് ഇത് പോകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പഠനം നടത്തേണ്ടതുണ്ട്. അത് പരിശോധിക്കാനാണ് ഇന്ന് വിദഗ്ധ സമിതി ഇവിടേക്ക് എത്തിച്ചേരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് NIT-യിലെ വിദഗ്ധ സംഘം അടങ്ങുന്ന മണ്ണ് പരിശോധനയുമായി ബന്ധപ്പെട്ട ആളുകൾ എത്തിച്ചേരും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും സംസ്ഥാന സർക്കാർ രൂപീകരിച്ച വിദഗ്ധ സമിതി 17-ന് ശേഷം എത്തിച്ചേരും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. സിന്ധൂരി. ജോഷില, ഇപ്പോൾ ഈ ചികിത്സയിൽ കഴിയുന്ന ആളുകളുണ്ടല്ലോ, ഏതാണ്ട് 4 പേരോളം ചികിത്സയിൽ കഴിയുന്നുണ്ടല്ലോ, അവരുടെ ഒരു ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? അവരുടെ നിലവിലത്തെ സാഹചര്യം എങ്ങനെയാണ്? ചികിത്സയിൽ കഴിയുന്ന ആളുകളുടെ നില സ്റ്റേബിളായി തുടരുകയാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ ഒരു അപകട നില തരണം ചെയ്തു എന്ന് പറയാനാവില്ല. അതിലൊരാളുടെ നില ചെറിയൊരു പ്രയാസത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും സ്റ്റേബിളായി തുടരുകയാണ്. അതേസമയം തന്നെ എല്ലാ അപകട നിലയും തരണം ചെയ്തു എന്ന് പറയാവുന്ന സ്ഥിതി അല്ല എന്നുള്ളതാണ് സിന്ധൂരി. ജോഷില, ഇപ്പോൾ ഈ ലഭിച്ച മൃതദേഹങ്ങളെല്ലാം എംബാം ചെയ്ത് അവരവരുടെ ജന്മനാടുകളിലേക്ക് എത്തിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ആദ്യം മുതൽ തന്നെ നടക്കുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഈ ഇന്നലെ ലഭിച്ച മൃതദേഹത്തിന്റെ സാഹചര്യം, അവരുടെ കുടുംബം അവിടെ തന്നെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അദ്ദേഹത്തിന്റെ മൃതദേഹം ജന്മനാട്ടിലേക്ക് എത്തിക്കുവാനുള്ള നടപടികൾ ഏത് വിധത്തിലായി? അദ്ദേഹത്തിന്റെ മൃതദേഹം എംബാം ചെയ്ത ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും എന്നാണ് മന്ത്രി T. സിദ്ദിഖ് അറിയിച്ചിട്ടുള്ളത്. അത് ഇന്ന് ബന്ധുക്കൾക്ക് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൈമാറും. അതിനുശേഷം ഹിമാചൽ പ്രദേശിലേക്ക് എത്തിക്കും എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതേസമയം തന്നെ സിന്ധൂരി, മറ്റൊരു പ്രശ്നം ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ദുരന്ത ബാധിത പ്രദേശത്തെ ആളുകളെ മുഴുവൻ തന്നെ അന്ന് ആദ്യത്തെ ദിവസം മാറ്റി താമസിപ്പിച്ചിരുന്നു, ക്യാമ്പുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചിരുന്നു. ആ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ പ്രശ്നങ്ങൾ മുഴുവൻ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുമാണ്. അവിടെ ഒരു സൗകര്യവും അവർക്ക് ഏർപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളതാണ്. ഭക്ഷണം കിട്ടിയത് കൊണ്ട് മാത്രം ആളുകൾക്ക് എല്ലാ സൗകര്യവും ജീവിച്ചു പോകാൻ സാധിക്കുകയില്ല. നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അവർക്ക് 3 ദിവസം കഴിഞ്ഞാണ് വസ്ത്രം പോലും മാറിയൊടുക്കാനുള്ള വസ്ത്രം പോലും 3 ദിവസത്തിന് ശേഷം അതൊരു വാർത്തയായി വന്നപ്പോഴാണ് ഒരു വസ്ത്രം മാത്രം നൽകിയത്. പിന്നീട് വീണ്ടും 3 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെയുള്ള സ്ത്രീകളടക്കം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ബഹളങ്ങൾ ഉണ്ടാക്കി. അതുപോലെ തന്നെ അവിടെ
അടിവസ്ത്രങ്ങളോ അല്ലെങ്കിൽ സാനിറ്ററി പാഡ് അടക്കമുള്ള അവശ്യ വസ്തുക്കളോ നൽകിയില്ല എന്നുള്ള പ്രശ്നം പറഞ്ഞുകൊണ്ടായിരുന്നു അവിടെ വലിയ രീതിയിലുള്ള ഒരു അകത്ത് ക്യാമ്പിനുള്ളിൽ വലിയ രീതിയിലുള്ള വാക്കു തർക്കങ്ങൾ ഉണ്ടായി എന്നാണ്, അധികൃതരുമായി വാക്കു തർക്കങ്ങൾ ഉണ്ടായി എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങൾ അവിടെ എത്തി ആ കാര്യം റിപ്പോർട്ട് ചെയ്ത ഉടനെ തന്നെ ഏകദേശം 1:30 മണിയോടുകൂടി, ഉച്ചയ്ക്ക് 1:30 മണിയോടുകൂടി ക്യാമ്പ് പിരിച്ചുവിടാനുള്ള തീരുമാനത്തിലേക്ക് അധികൃതർ എത്തുകയായിരുന്നു. ആ തീരുമാനം അംഗീകരിക്കാൻ അന്ന് ക്യാമ്പിൽ കഴിഞ്ഞവർ ഒരുക്കമായിരുന്നില്ല. അവർ വലിയ രീതിയിലുള്ള വാക്കുതർക്കത്തിലേക്ക് പോവുകയും വീണ്ടും അവിടെ അവിടെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയും യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തു. എന്നാൽ അന്ന് മന്ത്രി AP അനിൽകുമാറും ടി സിദ്ദിഖ് അടക്കമുള്ള മന്ത്രിമാർ അവിടെ ഉണ്ടായിരുന്നു. അവരാരും തന്നെ ഈ യോഗത്തിൽ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ദുരന്തബാധിത മേഖലയിലെ ആളുകളെ പുനരധിവസിപ്പിക്കേണ്ടത് എന്നതിനെ കുറിച്ചോ ചർച്ച ചെയ്യാനൊന്നും തന്നെ ആ യോഗത്തിലൊന്നും തന്നെ പങ്കെടുത്തിട്ടില്ല എന്നുള്ള ഒരു വലിയൊരു വിമർശനം അവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇവരെ മാറ്റി താമസിപ്പിക്കാൻ അന്ന് മീനാക്ഷി എസ്റ്റേറ്റിലെ മാനേജർ പറഞ്ഞതനുസരിച്ചാണ് ഇവരെ വീണ്ടും തിരിച്ചയക്കുന്നത്. ആ മീനാക്ഷി എസ്റ്റേറ്റിലെ ഏലച്ചെടികൾ ഉണങ്ങിപ്പോകും അല്ലെങ്കിൽ മോശമായി പോകും തൊഴിലാളികൾ പണിയെടുത്തില്ലെങ്കിൽ, അതുകൊണ്ടാണ് ഇവരെ അവിടേക്ക് കൊണ്ടുപോകുന്നത് എന്നാണ്. മീനാക്ഷി എസ്റ്റേറ്റിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത്, ലയങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇവർ താമസിക്കുന്ന ലയങ്ങളിലല്ല, അതിന് മുകളിലുള്ള ലയങ്ങളിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ട് കൊണ്ടുപോകും എന്നുള്ളതായിരുന്നു അന്ന് ഇവർക്ക് അവസാനം ആ യോഗത്തിൽ പ്രശ്നം പരിഹരിക്കുന്നതിനായി ചേർന്ന യോഗത്തിൽ ഇവർക്ക് നൽകിയ വാക്ക്. എന്നാൽ ഇന്നലെ അവിടെ എത്തിയ ദുരന്ത ബാധിത മേഖലയിലെ ആളുകൾ ഞങ്ങൾക്ക് അയച്ചു തന്ന വീഡിയോ ഉണ്ട്. അത് വളരെ മോശമായ ഒരു സാഹചര്യത്തിലേക്കാണ് അവരെ വീണ്ടും തിരിച്ച് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതുമാത്രമല്ല, അവിടെ ഇപ്പോഴും ഭയത്തോടു കൂടി തന്നെയാണ് അവർ കഴിയുന്നത് എന്നുള്ളതാണ്. അവർ ഈ ദുരന്തബാധിത പ്രദേശത്തിന് താഴെയുള്ള ഭാഗങ്ങളിലെ ജനങ്ങളെ എങ്ങനെ പുനരധിവസിപ്പിക്കണോ എന്നുള്ള കാര്യത്തിൽ ലിസ്റ്റ് ഉണ്ടാക്കും അല്ലെങ്കിൽ പട്ടിക ഉണ്ടാക്കും എന്നാണ് ഇന്നലെ വൈകുന്നേരം അടക്കം മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞത്. എന്നാൽ ഈ പട്ടികയൊക്കെ തയ്യാറാക്കുമ്പോഴേക്കും വലിയ പ്രശ്നങ്ങളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുക. കാരണം ദുരന്തബാധിത മേഖലയാണ്. എപ്പോഴാണ് മഴ, ഇന്നലെ രാത്രിയും മഴയുണ്ടായിരുന്നു. എപ്പോഴാണ് ഈ പ്രകൃതിയുടെ അവസ്ഥ മാറുക എന്നറിയില്ല. അവർ ഭീതിയോടുകൂടി വീണ്ടും ഈ മാറ്റുന്നത് വരെ ഈ പട്ടിക തയ്യാറാക്കുകയും അവരെ മറ്റ് വാസ സ്ഥലങ്ങളിലേക്ക് മാറ്റുകയും ചെയ്യുന്നത് വരെ ഭീതിയോടുകൂടി കഴിയേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്നലെ അവരിൽ ഒരാൾ അയച്ചു തന്ന വീഡിയോ അടക്കം ഞങ്ങളുടെ കയ്യിലുണ്ട്. വളരെ മോശമായ സാഹചര്യത്തിലേക്കാണ് അവരെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത് എന്ന് തെളിയുന്ന വീഡിയോ ആണ്. ദുരന്ത ബാധിത മേഖലയിൽ തന്നെയാണ്, അതിൻ്റെ മുകൾ വശമുള്ള മീനാക്ഷി എസ്റ്റേറ്റിലെ ലയത്തിൽ തന്നെയാണ് അവരെ മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. അവിടേക്ക് പോകാൻ നമുക്കിപ്പോൾ കഴിയില്ല. പക്ഷേ അവിടേക്ക് മാറി താമസിച്ച ആളുകൾ നമുക്ക് അയച്ചു തന്ന വീഡിയോയിൽ പറയുന്ന ദൃശ്യങ്ങൾ വളരെ മോശമായ ഒരു സാഹചര്യത്തിൽ ഇവർ തന്നെ പോയി ആ സാഹചര്യങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ മുറികൾ വൃത്തിയാക്കേണ്ട അവസ്ഥ, ഇതൊക്കെ തന്നെ വൃത്തിയാക്കി നല്ല രീതിയിൽ നിങ്ങളെ മാറ്റി താമസിപ്പിക്കും എന്നായിരുന്നു അന്ന് മാനേജറും അതുപോലെ തന്നെ ഈ ക്യാമ്പ് അധികൃതരും നൽകിയ, അതായത് പഞ്ചായത്ത് പ്രസിഡന്റായ റംലയും അതുപോലെയുള്ള ആളുകളും അടക്കമുള്ള ആളുകൾ തീരുമാനിച്ച് പറഞ്ഞ കാര്യം. അത്രയും നല്ല സാഹചര്യത്തിലേക്ക് നിങ്ങളെ മാറ്റും എന്നുള്ളതായിരുന്നു. അത് കേട്ടിട്ടാണ് ഇവരൊക്കെ തന്നെ ക്യാമ്പ് വിട്ടുപോയത്. എന്നാൽ അവർ നമുക്ക് അയച്ച വീഡിയോകളിലെ ദൃശ്യങ്ങൾ വളരെ മോശം. വീഡിയോ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നുണ്ട്. നമ്മൾ ആ വീഡിയോ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുമുണ്ട്. അവർ പ്രേക്ഷകർ അത് കാണുന്നുണ്ട്. ജോഷി, ഇവിടെ നോക്കി ഏറ്റവും ഗുരുതരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ മീനാക്ഷി എസ്റ്റേറ്റിലെ എസ്റ്റേറ്റ് മാനേജർ ഉൾപ്പെടെയുള്ളവർ സർക്കാരിനോട് പറയുന്നതാണോ സർക്കാരിന്റെ വേദവാക്യം? അതായത് അവിടെ ഏലച്ചെടികൾ ഉണങ്ങിപ്പോകും, അതുകൊണ്ട് തൊഴിലാളികൾ പണിക്ക് വരണമെന്നുള്ള മീനാക്ഷി എസ്റ്റേറ്റിലെ എസ്റ്റേറ്റ് മാനേജറുടെ വാക്കുകൾക്ക് വില കൊടുത്ത് ഇത്തരത്തിലൊരു ദുരവസ്ഥയിലേക്ക് ആ തൊഴിലാളികളെ പറഞ്ഞു വിടുമ്പോൾ, ഇങ്ങനെ ഒരു ഉറപ്പില്ലാത്ത കുറെ നിർദ്ദേശങ്ങൾ നൽകി അവരെ പറഞ്ഞു വിടുമ്പോൾ ഈ സാധാരണക്കാരായ മനുഷ്യരോട് സർക്കാർ കാണിക്കുന്ന ഉത്തരവാദിത്തക്കുറവ് എത്രത്തോളമാണ്? ഒന്ന് ആലോചിച്ച് നോക്കി. അവരുടെ ജീവനും ജീവിതത്തിനൊന്നും ഒരു വിലയുമില്ല. എസ്റ്റേറ്റിലെ ഏലച്ചെടികൾ ഉണങ്ങിപ്പോകുന്നത് മാത്രമാണോ ഈ എസ്റ്റേറ്റ് മാനേജറുടെയും അത് കേട്ട സർക്കാരിന്റെയും അല്ലെങ്കിൽ ടി സിദ്ദിഖ് പോലുള്ള അവിടുത്തെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ പ്രധാന കാരണങ്ങൾ? തീർച്ചയായും സിന്ധൂരി, അത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഒരു ദുരന്ത ബാധിത മേഖലയിൽ ആ മല കണ്ടാൽ തന്നെ നമുക്കറിയാം ഒരു ഭയപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഏത് മനുഷ്യനും ഉണ്ടാകും. അത് നേരത്തെ ഉണ്ടായിരുന്നില്ല. കാരണം ഇങ്ങനെ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായ സാഹചര്യത്തിൽ കുട്ടികളും 3 കുട്ടികളുള്ള ഒരു അച്ഛനാണ് ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ തൊട്ട് മുകളിൽ ഈ ഒരു വൃത്തിഹീനമായ ഒരു സാഹചര്യത്തിൽ കുട്ടികളെയും കൊണ്ട് താമസിക്കുക എന്നുള്ളത് ഞങ്ങളോട് ആ അച്ഛൻ പറഞ്ഞ വാക്കുകളാണ്. അതിനുശേഷമാണ് ഇവരൊക്കെ തന്നെ അദ്ദേഹത്തെ സമാധാനിപ്പിച്ച് പറഞ്ഞയച്ചിട്ടുള്ളത്.
പറഞ്ഞയച്ചിട്ടുള്ളത്. അതും ദുരന്ത ബാധിത മേഖലയിലേക്കാണ് പറഞ്ഞയച്ചിരിക്കുന്നത്. ഇപ്പോഴും കൃത്യമായി എല്ലാവർക്കും പ്രവേശനം പോലും ഇല്ലാത്ത ആ ഭാഗത്തേക്കാണ് പറഞ്ഞയച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ എത്ര കരുതലോടുകൂടിയാണ് കഴിഞ്ഞ സർക്കാരുകളൊക്കെ തന്നെ ഈ ദുരന്ത ബാധിത മേഖലയിലെ ആളുകളെ സംരക്ഷിച്ചിരുന്നത് എന്ന് നോക്കണം. ഇനി ജൂലൈ മാസം ആവാറായി, ഇനി ആഗസ്റ്റ് മാസം കൂടിയുള്ളൂ. അത് കഴിഞ്ഞാൽ മഴയുടെ ഒരു ഭീതി അത് ഒഴിഞ്ഞു പോകും. അതുവരെ ഏകദേശം ഒരു മാസമെങ്കിലും ഇവരെ അവിടെ നിന്നും ആ പ്രദേശത്ത് നിന്നും മാറ്റി താമസിപ്പിക്കാൻ, ഒരു നല്ല സാഹചര്യത്തിൽ മാറ്റി താമസിപ്പിക്കാൻ പോലുമുള്ള ചിന്തയോ കരുതലോ ഇല്ലാത്ത ഒരു സർക്കാർ എന്ന് വേണം പറയാൻ. അതേസമയം തന്നെ നമുക്കറിയാം, ഒരു തൊഴിലാളിയെ വീട്ടിൽ നിന്നും മാറ്റി താമസിപ്പിച്ച് അവരെ ഇറക്കിക്കൊണ്ടുവന്നത് സർക്കാരാണ്. അവരെ അവിടെ നിന്നും ഇറക്കിക്കൊണ്ടുവന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുമ്പോൾ 5 ദിവസം അവർക്ക് തൊഴിലിന് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ആ സാഹചര്യം ചൂഷണം ചെയ്തുകൊണ്ടാണ് മാനേജർ ഇവരെ അവിടേക്ക് വിളിക്കുന്നത്. ഇനി വന്നില്ലെങ്കിൽ പണി ഉണ്ടാവില്ല എന്നുള്ള രീതിയിലൊക്കെ ഇവരോട് പറഞ്ഞു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇതിനൊക്കെ വഴങ്ങേണ്ട ഒരു അവസ്ഥ ആ പാവം തൊഴിലാളികൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും മോശമായ ഒരു സാഹചര്യം. അത് കേരളത്തിലാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ മോശം സാഹചര്യത്തിലേക്ക് ഇവരെ മാറ്റുന്നത് മാത്രമല്ല, ആ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആദ്യഘട്ടങ്ങളിൽ തന്നെ വിതരണം ചെയ്യേണ്ട അടിയന്തര ധനസഹായം, ഒരു ദിവസം ഒരാൾക്ക് 1000 രൂപയെങ്കിലും കൂലി കിട്ടും എന്നൊക്കെയാണ് പുറത്തുള്ള ആളുകൾ പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരുപക്ഷെ 700-800 രൂപയൊക്കെ കിട്ടുന്നുണ്ടായിരിക്കാം. അതിനെക്കുറിച്ച് കൃത്യമായ കണക്ക് ഞാൻ എടുത്തിട്ടില്ല. എന്നാൽ പോലും 5 ദിവസം തൊഴിലില്ലാതെ കഴിയുന്ന ഒരു തൊഴിലാളിക്ക് ഈ 5 ദിവസം നഷ്ടമായ തുകയെങ്കിലും നൽകാൻ സർക്കാർ തയ്യാറാവേണ്ടതല്ലേ എന്നുള്ള ചോദ്യം ബാക്കിയാവുന്നുണ്ട്. ഈ 5 ദിവസവും പട്ടിണിയിലായ കുടുംബത്തിന് ഓരോ നേരം ഭക്ഷണം കൊടുത്താൽ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. മറ്റുള്ള കാര്യങ്ങളൊക്കെ, കുടുംബത്തിന്റെ മറ്റു ചിലവുകൾ, വിദ്യാഭ്യാസ ചിലവുകളുണ്ട്, കുട്ടികളുടെ വിദ്യാഭ്യാസം, അങ്ങനെ ഒരുപാട് ചിലവുകൾ മറ്റ് ഭാഗത്ത് നിലനിൽക്കുകയാണ്. ഒരു കുടുംബനാഥന് അല്ലെങ്കിൽ ഒരു തൊഴിലാളിക്ക് ഇത്തരം നൽകേണ്ട, അവർക്ക് അവകാശപ്പെട്ട തുക പോലും നിഷേധിക്കുന്നത് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിച്ച ആളുകളുടെ അടിയന്തര ധനസഹായം പോലും ഇവർ ആരും ചിന്തിക്കുന്നില്ല. അത്തരം ഒരു കരുതലിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. സിന്ധൂരി, വ്യക്തമാണ് ജോഷില പറഞ്ഞതുപോലെ തന്നെ നോക്കൂ, എത്രത്തോളം നിരുത്തരവാദപരമായ ഒരു സമീപനമാണ് ഈ സർക്കാർ ആ ദുരന്ത ബാധിതരോടെ ചെയ്തിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അവിടുത്തെ ഏലച്ചെടികൾ ഉണങ്ങിപ്പോകുമെന്ന് മീനാക്ഷി എസ്റ്റേറ്റിലെ മാനേജർ പറഞ്ഞപ്പോൾ ആ വാക്കുകൾക്ക് വില കൊടുത്ത് അവിടെ ഈ ക്യാമ്പിൽ കഴിഞ്ഞ ആളുകൾ എങ്ങനെ ജീവിക്കും എന്നുപോലും ഉറപ്പ് നൽകാതെ, അവിടെ ഒന്ന് പോയി നോക്കുക പോലും ചെയ്യാതെ ആ പ്രദേശത്തേക്ക് അവരെ വീണ്ടും വിടുമ്പോൾ അവിടെ ചെന്ന് ഈ കുഞ്ഞുകുട്ടി പരാധീനതകളുമായി ചെല്ലുന്ന ഈ തൊഴിലാളികൾ അവിടെ ചെന്ന് തൂത്തുവാരി വൃത്തിയാക്കി ഇടിഞ്ഞു പൊളിഞ്ഞു കിടത്ത് ഒരു സുരക്ഷിതത്വവും ഇല്ലാത്ത ഇടത്ത് ഈ ഏലച്ചെടികൾക്ക് മാത്രം സുരക്ഷിതത്വം നൽകി ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എത്രത്തോളം പരിതാപകരമാണ്. ഇവിടെയാണ് നമ്മൾ ഈ വയനാട് ദുരന്തം ഉണ്ടായ ആദ്യ ദിവസങ്ങളിലേക്കൊന്നും മടങ്ങിപ്പോവേണ്ടത്. അവിടെ നമുക്ക് കാണാമായിരുന്നു, അത്രയധികം വലിയ ദുരന്തമുണ്ടായി ആകെ വിറങ്ങലിച്ച് ആ നാട് നിന്നപ്പോൾ പോലും അവർ ആ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട ഓരോരുത്തരുടെയും മാനസികമായ ശാരീരികമായ എല്ലാ ആരോഗ്യവും വീണ്ടെടുക്കുവാനുള്ള എല്ലാ സഹായങ്ങളും നൽകിയ ഒരു സർക്കാർ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നു. അന്ന് അവർക്ക് നഷ്ടമായ ജീവിതം തിരിച്ചു കൊടുക്കുവാൻ 1-2 നാളുകളല്ല, മാസക്കണക്കിന് നാളുകൾ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നൽകി, ധനസഹായം നൽകി അവരെ ആ സർക്കാർ സംരക്ഷിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു മാതൃക ഉള്ള കേരളത്തിലാണ് സമാനമായ സാഹചര്യം സംഭവിച്ചിരിക്കുന്നൊരിടത്ത് അത് പ്രകൃതി ദുരന്തമാണെങ്കിൽ ഇത് മനുഷ്യനിർമ്മിത ദുരന്തമാണ്, കൃത്യമായ മുൻകരുതലുകൾ എടുക്കാത്തത് കൊണ്ട് സംഭവിച്ച ദുരന്തമാണ്. അവിടെ ഇത്തരത്തിൽ ജീവിതം നഷ്ടപ്പെട്ടവരെ വീണ്ടും ആ ദുരവസ്ഥയിലേക്ക്, അവരുടെ ആ ഒരു ജീവിതത്തിന് ഉറപ്പില്ലാത്ത ആ സാഹചര്യത്തിലേക്ക് ഏലച്ചെടികളുടെ സംരക്ഷണം നോക്കി പറഞ്ഞു വിട്ടു എന്ന് പറയുമ്പോൾ ഈ സർക്കാർ ആർക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നൊരു വലിയ ചോദ്യം കൂടിയാണ് ഉയർന്നു വരുന്നത്. എന്തായാലും പി ജോഷില വിശദമായി തന്നെ അവിടുത്തെ സാഹചര്യങ്ങൾ നമ്മളോട് വ്യക്തമാക്കി. വരും ദിവസങ്ങൾ ഒരുപക്ഷെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടിയും വന്നേക്കാം. ജോഷിലയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.